ഡീമൺ സ്ലെയർ എന്ന ആനിമയിൽ ഹാൻഡെങ്കുവിന്റെ മരണത്തിന് ശേഷം അപ്പർ റങ്ക് 4ലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡീമണായിരുന്നു ബിവ ഡീമൺ എന്നറിയപ്പെടുന്ന നക്കിമെ. മറ്റ് ഡീമൻസിനെ പോലെ ഇവൾ ഭയാനകമായ അറ്റാക്കിംഗ് നേച്ചറോ മറ്റുള്ളവരുടെ വേദനയിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നവളോ ആയിരുന്നില്ല. മറിച്ച് സ്വന്തം ലോകത്ത് ഒതുങ്ങിക്കൂടുന്നവളും വളരെ കുറച്ച് മാത്രം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവളുമായിരുന്നു. സ്വന്തം ഇഷ്ടങ്ങളോ വികാരങ്ങളോ പ്രകടിപ്പിക്കാതെ പറയുന്നത് മാത്രം അനുസരിക്കുന്ന രീതിയായിരുന്നു നക്കിമയുടേത്. ഡീമണാകുന്നതിന് മുന്നേ പണമുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ഒരു ബിവ മ്യൂസിഷ്യൻ മാത്രമായിരുന്നു അവൾ. നിർധനയായിരുന്ന അവളുടെ ഭർത്താവാകട്ടെ ഗാംബിൾ ചെയ്തവർക്കുള്ളത് മൊത്തം വിറ്റു തൊലയ്ക്കുന്ന കൂട്ടത്തിലും. അവളുടെ പ്രോഗ്രാമിന് ഇടാൻ വെച്ചിരുന്ന ഡ്രസ്സ് പോലും അയാൾ വെറുതെ വിട്ടിരുന്നില്ല. പന്തയം വെച്ച് പുള്ളിക്കാരൻ അതും നഷ്ടപ്പെടുത്തി. തോറ്റ് തന്റെ വസ്ത്രം പോലും കൊണ്ട് കളഞ്ഞ അയാളുള്ള ദേഷ്യം കാരണം നാക്കിമ അയാളെ ചുറ്റിക്കൊണ്ട് തലക്കടിക്കുകയും അവിടെ വെച്ച് തന്നെ കൊന്നുകളയുകയും ചെയ്തു. കൊലപാതകത്തിന്റെ പേടിയോടെ കീറി പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് അവൾ സ്റ്റേജിൽ കയറി ബിവ വായിച്ചു. കടുത്ത ഭയത്തിലും മാനസിക സംഘർഷത്തിലും അവൾ മനോഹരമായിട്ട് ഇൻസ്ട്രുമെന്റ് വായിച്ചു. കാണികൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ഇതിനുശേഷം ആ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ വേണ്ടി പരിപാടിക്ക് മുന്നേ ഒരാളെ കൊല്ലുന്ന അവൾ ശീലമാക്കി മാറ്റി. അങ്ങനെ അവൾ കൊല്ലാനായി തിരഞ്ഞെടുത്ത ആളായിരുന്നു ഡീമൺ കിങ് ആയിട്ടുള്ള മൂസാനും. മൂസാനെ അവൾക്ക് കൊല്ലാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, നാക്കിമയുടെ റിഫ്ലക്സിൽ ഇംപ്രസ് ആയ മൂസാൻ അവളെ ഡീമൺ ആക്കി മാറ്റുകയും ചെയ്തു. തന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് ഉപയോഗിച്ച് ഇൻഫിനിറ്റിഗാസിൽ നാച്ചുറലായിട്ട് കൺട്രോളും റീഷേപ്പും ചെയ്യാൻ കഴിയുന്ന ഏക ഡീമൺ ആയിരുന്നു നക്കിമെ. നിങ്ങൾ ഡീമൺ സ്ലെയർ കണ്ടിട്ടുണ്ടെങ്കിൽ ഫേവറേറ്റ് ക്യാരക്ടർ ഏതാ താഴെ ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ചാനലിൽ പുതിയാണെങ്കിൽ സബ് ചെയ്യാനും